ഇന്തോനേഷ്യയിലെ ജാവ ഐലൻഡിലുള്ള ഒരു സുന്ദരമായ ഗ്രാമത്തിലാണ് നമ്മൾ. കാബൂത്തു മലനിരകളുടെ താഴ്വാരത്ത് കൃഷി ചെയ്ത് ജീവിക്കുന്ന നിഷ്കളങ്കരായ നാട്ടുകാരുടെ അടുത്തേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസമാണ് എത്തിച്ചേർന്നത്. ഇന്തോനേഷ്യയുടെ ഗ്രാമങ്ങളുടെ തനിപ്പകർപ്പ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കണ്ടു തുടങ്ങാം. അതിനായി ഗ്രാമവാസികളിൽ ഒരാളുടെ വീട്ടിൽ തന്നെയാണ് ഇനി കുറച്ച് ദിവസം നമ്മൾ തങ്ങാൻ പോകുന്നത്. ഹലോ, നമസ്തേ, എല്ലാവർക്കും ഉണ്ടല്ലോ. നമ്മളുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഇങ്ങ് നമ്മളുടെ ജാവ ഐലൻഡിലുള്ള ടാസിക് മലായ എന്ന് പറയുന്ന പ്രൊവിൻസിലെ തരാജു എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്നും നമ്മളുടെ എർവിൻ്റെ വീട്ടിൽ നിന്നും സ്വാഗതമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടേക്ക് എത്തി. നമ്മളുടെ ബാങ് വെൻ, അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടെയുള്ള ആൾക്കാരുടെ പേര്. അപ്പോൾ ബാങ് വെന്നിൻ്റെ കൂടെ സുന്ദരമായിട്ടുള്ള ഒരു പാടത്തിന് അരികിലായിട്ട് ഇതാ ഈ കാണുന്നതാണ് എർവിൻ്റെ വീട്. ശരിക്കും ഉണ്ടല്ലോ, എർവിൻ ഇവിടുത്തെ ഒരു ഇൻ്റർനെറ്റ് പ്രൊവൈഡറാണ്. ഇവിടെയുള്ള 150ഓളം വീടുകളിൽ ഇവരാണ് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഞാൻ പറയട്ടെ നിങ്ങളോട്. ഇവിടുത്തെ ഒരു മാസത്തെ ഇൻ്റർനെറ്റിൻ്റെ റേറ്റ് എത്രയെന്ന് അറിയാമോ? 8500 ഇന്ത്യൻ റുപ്പി അടുപ്പിച്ച് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് കേട്ടപ്പോൾ അത്ഭുതമായിപ്പോയി. നമുക്ക് ഒരു വർഷം പോലും അത്രയും കൊണ്ട് വരലില്ല അൺലിമിറ്റഡ് നെറ്റിന്. ശരിക്കും ഇത് കാണുമ്പോഴാണ് നമ്മളുടെ നാടിൻ്റെ ആ ഒരു എത്രമാത്രമാണ് നമ്മളുടെ നാട്ടിൽ ഇൻ്റർനെറ്റ് ചീപ്പർ എന്ന് മനസ്സിലാവുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഇസ്ര പോലുള്ള സ്ഥാപനങ്ങളും അതുകൂടാതെ എന്ന് പറഞ്ഞിട്ടുണ്ട് സ്വന്തമായിട്ട് ടെലികമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റ്സ് ഒക്കെ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ ഇൻ്റർനെറ്റ് നമുക്കത്ര ഒരു മാസം 500 രൂപ ഒക്കെയല്ലേ വരത്തുള്ളൂ. ഇപ്പോൾ കേരള വിഷനൊക്കെ ആണെങ്കിൽ 450 രൂപ മുതലൊക്കെയാണ് പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത്രയധികം പൈസ വ്യത്യാസമുണ്ട് കേട്ടോ. എന്തായാലും ആ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റോട് കൂടിയിട്ട് നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുകയാണ്. നമ്മളിന്ന് തരാജു ഗ്രാമം, ഇവിടെ പലതരത്തിലുള്ള കൃഷികളുണ്ട്, പലതരത്തിലുള്ള കൾച്ചറൽ ഡിഫറൻസുകളുണ്ട്. അതൊക്കെ കാണാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്കും പുത്തൻ കാഴ്ചകളിലേക്കും വീണ്ടും സ്വാഗതം. ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ഒരു നാട് ഇവരാണ് നമ്മളെ കൊണ്ടുവന്ന് കാണിക്കുക. ഓക്കെ, റെഡി? അപ്പോൾ വാ, നമുക്ക് ഈ നാടിൻ്റെ കാഴ്ചകളിലേക്ക് ഊളിയിട്ടിറങ്ങാലോ. എൻ്റെ പൊന്നുമഴയെ പുറകെ വരുന്നേക്കല്ലേ. എപ്പിസോഡിന് മുമ്പേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നമ്മളുടെ മെന്തവായില്ലേ, മെന്തവായി കാട്ടിലേക്ക് ഈ വരുന്ന മെയ് 19-ാം തീയതി ഞാനൊരു യാത്ര പോകുന്നുണ്ട്. അപ്പം അതിലേക്ക് എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് ആളുകൾക്ക് ഒരു അവസരമുണ്ട്. അന്നേരപ്പേ നമ്മുടെ ഫാമിലിയിൽ നിന്ന് ആർക്കെങ്കിലും അങ്ങനെ വരാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വേറെ രാജ്യമാണ്, വേറെ ഐലൻഡാണ്. അപ്പോൾ അത്യാവശ്യം യാത്ര എക്സ്പെൻസീവാണ്. അപ്പം കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ടല്ലോ, ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അടുത്ത് കോൺടാക്റ്റ് ചെയ്യുക, നമുക്ക് ഒരുമിച്ച് പോവാം. നമ്മൾ ആദ്യമേ എണ്ണ അടിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടില്ലായിരുന്നോ ആ ഒരു ഷോപ്പിൽ നിന്ന്. നല്ല നീല കളർ പെട്രോളാണ് കേട്ടോ ഇവിടെ ഉള്ളത്, നമ്മളുടെ മണ്ണെണ്ണ പോലത്തെ പെട്രോൾ. ഇവിടെ 15000 രൂപ, അതായത് നമ്മളുടെ ഒരു 80 രൂപയാണ് കേട്ടോ 1 ലിറ്റർ പെട്രോളിന് റേറ്റ് വരുന്നത്. സുന്ദരമായിട്ടുള്ള ഇവിടുത്തെ ഈ ഒരു പാടങ്ങളുടെ കാഴ്ചകളൊക്കെ, അതായത് ടെറസ് ഫാമിങ്ങിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനെയൊക്കെ കവർ ചെയ്ത് വീണ്ടും മല കയറി തുടങ്ങി നമ്മൾ. ഇതുണ്ടല്ലോ വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു നാട്ടിൽ വന്നിട്ട് ആ നാട്ടിലുള്ള ആൾക്കാരുടെ കൂടെ ഇങ്ങനെ ബൈക്കിൽ അവരുടെ സ്വന്തം നാട് കാണാനായിട്ട് ഇറങ്ങുന്ന ആ ഒരു ഇതൊന്നും നമുക്ക് എപ്പോഴും ഒന്നും കിട്ടത്തില്ല. എല്ലാ നാട്ടിലൊന്നും പോയാൽ അനുഭവിക്കാൻ പറ്റത്തില്ല കേട്ടോ. ആഹാ, ഇവരുടെ നഗരവീഥികൾ. നമ്മുടെ എർവിനും വാങ്ബെന്നും പുറകെ മറ്റൊരു വണ്ടിയിൽ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഒരു മല കുത്തനെ കയറി കഴിഞ്ഞാൽ പിന്നെ ഇതാ ഒരു മല കുത്തനെ അങ്ങോട്ട് ഇറങ്ങുകയാണ്. അതായത് കയറിയ മല തന്നെ ഇറങ്ങുകയാണ്. നല്ല കുത്തനെയുള്ള റോഡാണ് കേട്ടോ. ഈ വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല. വണ്ടി ഞാൻ തെന്നി താഴോട്ടേക്ക് പോകുന്നുണ്ട് വണ്ടിയിൽ നിന്ന്. കോൺക്രീറ്റ് വഴികളാണ്. അത് കഴിഞ്ഞതാ മീൻകുളം. ഇത് കണ്ട, ഇതാണ് ഇവിടുത്തെ മസ്ജിദ്. ഇവിടുത്തെ എല്ലാ മസ്ജിദിൻ്റെ മകുടം ഇങ്ങനെയായിരിക്കും കേട്ടോ. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്, കണ്ടില്ല, കയ്യെല്ലാം മുക്കി കടിക്കുകയൊക്കെ ചെയ്യും. ഇവിടെയും വളരെ സുന്ദരമായിട്ടുള്ള ടെറേസ് ഫാമിങ്. യൂനസ് ഭയ്യ അങ്ങനെയാണ് പുള്ളിയുടെ പേര്. ഭാഷ ആർക്കും ഒരു ഭാഷ അറിഞ്ഞുകൂടാ. അപ്പം ഞങ്ങൾ ആംഗ്യങ്ങളും പിന്നെ ട്രാൻസ്ലേറ്ററൊക്കെ വെച്ചിട്ടാണ് എല്ലാ പരിപാടിയും ചെയ്യുന്നത്. വലിയൊരു കുന്നാണ്. എൻ്റെ അമ്മ വണ്ടി വലിയ എന്തോ വലിയും അവിടെ ചേച്ചിമാരൊക്കെ കണ്ട കടയിലൊക്കെ ഇരിക്കുന്നത്. നല്ലൊരു പോസിറ്റീവ് വൈബ് മൊത്തത്തിൽ. ഇവിടെ ഈ ഒരു സൈഡ് ഭാഗത്തെല്ലാം നമ്മളുടെ ഏലക്കൃഷി ഉണ്ട് കേട്ടോ.
ഓൾമോസ്റ്റ് എല്ലാ ബിൽഡിങ്ങുകളും ഓട് മേഞ്ഞത് തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്കറിയാലോ, ഇന്തോനേഷ്യയുടെ പല ഭാഗങ്ങളിലും ഇടയ്ക്കിടയ്ക്ക് ഭൂമികുലുക്കം അത് ഇവരെ സംബന്ധിച്ച് സ്വാഭാവികമാണ്. അപ്പം അതിനെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചിട്ട് വീടുകളും മറ്റും പണിയുന്നത് കേട്ടോ. മൗണ്ട് ലുംബുങ് അത് അങ്ങ് അവിടെ നിന്ന് നമ്മളെ നോക്കി നിൽക്കുന്നുണ്ട്. ഈ ഒരു ഗ്രാമത്തിൻ്റെ എവിടെ നിന്നാലും മൗണ്ട് ലുംബുങ് കാണാവേ. അടുത്ത മസ്ജിദ് എത്തി. ഈ ഒരു സ്ഥലത്തുണ്ടല്ലോ ഏറ്റവും അധികം പോപ്പുലേറ്റഡ് ആയിട്ടുള്ളത് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് കേട്ടോ. ആ വരുന്നത് ഇവിടുത്തെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ഗ്യാസാണ് കേട്ടോ. ചെറിയ കുട്ടി ഗ്യാസ് 5 ലിറ്ററിൻ്റെ ആണെന്ന് തോന്നുന്നു. പച്ച കളർ നമ്മളുടെ കരിക്ക് പോലെ ഇരിക്കും ദൂരെ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ. ഇവിടെയൊക്കെ വരുമ്പോഴല്ലോ എനിക്കുള്ള എക്സൈറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിൻ്റെ ഏതോ അറ്റത്ത് കിടക്കുന്ന ഒരു സ്ഥലം, ഇവിടെയൊക്കെ ജനങ്ങൾ ഇനി നമ്മൾ കാണുമോയെന്ന് പോലും അറിയത്തില്ല, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ഡോക്ടറിൻ്റെ എന്തോ ഒരു ക്ലിനിക്കാണ്. ഇതാണ് ഇവിടുത്തെ ചെറിയൊരു ചന്ത എന്ന് പറയുന്നത്. ഇവിടെ എല്ലായിടത്തും തന്നെ അത് കണ്ടോ, മീൻ വീണ്ടും ഉണ്ട്. അതൊരു രസമാണ് കേട്ടോ. മീനും കണ്ടവും പിന്നെ ഈ ഒരു വീടുകളുടെ രൂപങ്ങളും ഒക്കെ ചേരുമ്പോഴത്തേക്കും ഒരു മിനി ATM ഒക്കെ ഈ ഒരു ഭാഗത്തുണ്ട്. ഈ ലോകത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ഒക്കെ ആളുകൾ വളരെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഇതുപോലുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. ശരിക്കും ജീവിതം മടുത്തു എന്ന് തോന്നുന്ന ആളുകൾക്കൊക്കെ ഇല്ലേ, അവർക്ക് ശരിക്കും ജീവിതമല്ല നിങ്ങളുടെ ചുറ്റുവട്ടമാണ് മടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിലേ നിങ്ങളുടെ ജീവിതം ശരിക്കും മാറും. ഇവിടുത്തെ പുതുതലമുറ ഹലോ. ഇവിടെ ഈ ഒരു ഉൾഭാഗത്ത് റോഡ് അത്യാവശ്യം മോശമാണ് കേട്ടോ. അത്യാവശ്യത്തിലധികം ഓരോ ജനവാസ മേഖലയോടും ചേർന്നിട്ടുണ്ടല്ലോ നമുക്കിതാ ഇതുപോലുള്ള മീൻകുളങ്ങൾ കാണാം കേട്ടോ. ഇവർ ഇറച്ചിയേക്കാളും കൂടുതൽ മീനാണ് കഴിക്കുന്നതെന്ന് തോന്നുന്നു. ശരിക്ക് നമ്മുടെ ഇടുക്കിയുടെയൊക്കെ ഒരു മലയോര മേഖല അല്ലെങ്കിൽ ഞങ്ങളുടെ ഇരിട്ടിയുടെയൊക്കെ ആ ഒരു രീതിയിലുള്ള സ്ഥലം, അത് കഴിഞ്ഞ് കുറച്ചും കൂടി കയറിയപ്പോഴത്തേക്കും ഇത് നോക്കി ഞങ്ങള്, അതെ ആ മലയൊന്ന് കുറച്ച് കയറി വന്നപ്പോഴത്തേക്കും കണ്ട ഞങ്ങള് നെല്ലിനൊപ്പം ഇവിടെ ഇതിപ്പോ തേയിലയുടെ കൃഷി കൂടി ആയി കേട്ടോ. ശരിക്കും ഇവിടെ നിന്ന് താഴോട്ടേക്ക് നോക്കുന്ന സമയത്ത് നമ്മളുടെ കേരളത്തിലെ ഏതോ ഒരു മലയോര സ്ഥലത്തേക്ക് കൂടി പോകുന്ന പോലെ തന്നെയാണ് കേട്ടോ. ഈവൻ മരങ്ങളും എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. പിന്നെ ഈ ഒരു നെൽകൃഷി ഉണ്ട് എന്നുള്ളതാണ് ഒരു വലിയ വ്യത്യാസം എന്ന് പറയുന്നത്. ഇവിടെ പിന്നെ ഉണ്ടല്ലോ ആരും റബ്ബർ വെച്ച് തുടങ്ങിയിട്ടില്ല കേട്ടോ. ഇതാ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നമ്മളുടെ മലകളുടെയൊക്കെ സ്വഭാവം മൊത്തത്തിൽ വീണ്ടും മാറി. നമ്മൾ ഇടുക്കി മൂന്നാർ സൈഡ് അല്ലെങ്കിൽ വയനാട് ഭാഗത്തോട്ടൊക്കെ കാണുന്ന തേയിലത്തോട്ടങ്ങളില്ലേ, ശരിക്കും ഇവിടെ തേയില കൃഷി ആയി വരുന്നുള്ളൂ. കാരണം ചെടികളൊക്കെ നട്ട് വളർന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ. എന്നാലും അങ്ങ് ദൂരെ ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് കാണും കേട്ടോ. നിങ്ങൾ മുഴുവൻ തേയിലത്തോട്ടങ്ങളുടെ ഒരു ഏരിയയിലേക്ക് വന്നു കേട്ടോ. ആ ഒരു കാലാവസ്ഥ മാറി അത്യാവശ്യം കുറച്ചും കൂടി കൂടുതൽ തണുപ്പ് ഇപ്പം വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനിതെന്താ കാണുന്നത്, കുട്ടനാടും അതുപോലെ തന്നെ ഓക്കെ എന്താ പറഞ്ഞു ഇവിടെ പോവാന്ന് പറഞ്ഞാണോ. ഇവിടെയൊക്കെ എന്തോ ഒരു ടൈപ്പ് ചീവീട് കേട്ടോ നിങ്ങള്. അങ്ങനെ സൗണ്ടുള്ളൊരു ചീവീട് ഈ ഒരു ഭാഗത്ത് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു തേയിലത്തോട്ടത്തിൻ്റെ വളരെ വിശാലമായിട്ടുള്ളൊരു കാഴ്ച കാണാം. അതിന് വേണ്ടിയിട്ട് നിർത്തിയതാണ്. ഞാൻ ശരിക്കും ഒരു കുട്ടനാടിൽ മൂന്നാറിൻ്റെ ഇതൊക്കെ കണ്ട പോലെയാണ്. അതായത് ജസ്റ്റ് ഒരു 2-3 കിലോമീറ്റർ മേലോട്ടേക്ക് കയറിയപ്പോൾ തന്നെ നെല്ല് കൃഷിയിൽ നിന്നും നേരെ തേയിലത്തോട്ടത്തിലേക്കുള്ളൊരു മാറ്റമേ, അത് വല്ലാത്തൊരു മാറ്റമാണ് കേട്ടോ. നല്ല രീതിക്ക് പച്ചപ്പായി വരണം, എങ്കിലാണ് കാണാനൊരു രസം ഉണ്ടാവുക ഈ ഒരു തേയിലപ്പാടങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നു ഇപ്പോഴേ റീപ്ലാന്റേഷനോ അല്ലെങ്കിൽ വെട്ടിവിട്ടേക്കുന്നു അങ്ങനെ എന്തോ ഒരു ടൈമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അത് ആ ഒരു ഭാഗത്തൊക്കെ അത്യാവശ്യം തേയിലയ്ക്ക് നല്ല പച്ചപ്പുണ്ട്. പക്ഷേ ഈ ഒരു ഭാഗത്തൊക്കെ ഇലയില്ലാണ്ടായി. മലയാളികളെ സംബന്ധിച്ച് തേയിലത്തോട്ടങ്ങൾക്ക് അത്ര വലിയൊരു രസം തോന്നില്ല എങ്കിലും ഇത് എവിടെയാണെന്ന് ചിന്തിക്കണം. ഇന്തോനേഷ്യയിൽ ഒരു ദ്വീപിൽ ഈ സ്ഥലങ്ങളൊന്നും ഉണ്ടല്ലോ നമ്മളുടെ വിദേശികളായിട്ടുള്ള ടൂറിസ്റ്റുകളുടെ മാപ്പിൽ ഇനിയും ഇടം പിടിക്കാത്തൊരു ഏരിയ ആണ് കേട്ടോ. ഇങ്ങോട്ടേക്കൊക്കെ ആളുകൾ എത്തിത്തുടങ്ങണം. ശരിക്കും ഇവിടെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു വില്ലേജ് ലൈഫൊക്കെ നമുക്ക് നല്ല രീതിയിൽ അനുഭവിക്കാൻ കേട്ടോ. ആ ഒരു ടൂറിസത്തിൻ്റെ തിരക്കൊന്നും ഇവിടെയില്ല. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇവരെ പോലുള്ള ആളുകളെ നമുക്ക് കൂട്ടിന് കിട്ടി. അതുകൊണ്ടാണ് ഇതുപോലുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നത് കേട്ടോ. ഓരോ നാട്ടിലും അവിടെയുള്ള ലോക്കലായിട്ടുള്ള ആളുകൾക്കാണ് ആ നാടിനെ പറ്റി നല്ല രീതിയിൽ അറിയാൻ പറ്റുക. അതുപോലുള്ള കൂട്ടുകാരൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ലക്ക് കൂടി ഉണ്ടാവണം കേട്ടോ. എന്തായാലും വാങ്ബൻ നമ്മളെ അതിന് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. അവൻ്റെ കൂട്ടുകാരും കൂടി നമ്മളോടൊപ്പം അതിൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം വീണ്ടും തേയിലച്ചെടികൾ അതിരിടുന്ന ഈ സുന്ദരമായ വഴിയിലൂടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക്. നിങ്ങളൊരു കാര്യം പ്രത്യേകം ഓർക്കുക, ഇവരുടെ ഒരു ഗ്രാമം എങ്ങനെയാണ് എന്നുള്ളത് കാണാനായിട്ടാണ് നമ്മൾ ഇറങ്ങിയത്, അല്ലാതെ ഏതെങ്കിലും ഒരു ടൂറിസം സ്പോട്ടുകൾ തപ്പിയൊന്നുമല്ല. അതപ്പോൾ അതിൻ്റെ അകത്ത് ഈ പോകുന്ന വഴിയിലെ കാഴ്ചകൾ, ഓരോ ചെറിയ ചെറിയ കാഴ്ചകളും
ഒക്കെയും പെടും കേട്ടോ. ഈ തേയിലത്തോട്ടത്തിൽ പണിയെടുക്കുന്നവരുടെ ആണെന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതുപോലുള്ള ലൈൻ ബിൽഡിങ്ങുകൾ കാണാം. ഇതിൻ്റെയൊക്കെ ഉണ്ടല്ലോ ചുമരുണ്ടാക്കിയേക്കുന്നത് ബാമ്പു കൊണ്ടാണ്. ഇതാണ് ഇവരുടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട തേയില ഫാക്ടറി ഏരിയ എന്ന് പറയുന്നത്. ഇവിടുന്ന് കളക്ട് ചെയ്യുന്ന ലീഫൊക്കെ ഈ ഒരു ഫാക്ടറിയിൽ വെച്ചിട്ടാണ് കേട്ടോ തരംതിരിച്ച് നല്ല തേയിലയാക്കി മാറ്റുന്നത്, പ്രോസസ്സ് ചെയ്തെടുക്കുന്നത്. ഫാക്ടറി അത്യാവശ്യം വലുതാണ്. അതിനോട് ചേർന്ന ആളുകൾക്ക് വിശ്രമിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങൾ ഏകദേശം ഒരു ടൂറിസം സ്പോട്ട് പോലെയൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ചെറിയൊരു ഗ്രാമവും അതിനോട് ചേർന്ന് കാണാവേ. അവിടെ അങ്ങ് തേയിലത്തോട്ടത്തിന്റെ നടുവിൽ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ഗ്രാമങ്ങൾ ഇങ്ങനെ ഇടവിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. തേയിലത്തോട്ടത്തിൽ നിന്ന് നേരെ താഴോട്ടേക്ക് വന്നിട്ടുണ്ട് കണ്ടോ, അങ്ങ് ദൂരെയായിട്ട് അവിടെയെല്ലാം മുഴുവൻ നെൽപ്പാടങ്ങളും. ഓക്കെ, നിങ്ങള് തേയിലയും നെൽകൃഷിയും ഒരുമിച്ച് നടത്തുന്ന ഒരു ഗ്രാമം ഇതിന് മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നമ്മുടെ ഈ മുമ്പിൽ പോകുന്ന ചെറിയ കുഞ്ഞു ബസ് ഉണ്ടെങ്കിൽ ഇതാണ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സുകൾ എന്ന് പറയുന്നത്. നമ്മൾ അടുത്ത ചെറിയൊരു പട്ടണത്തിലേക്ക് വന്നു ചേർന്നു. ഇങ്ങനെയാണ് കേട്ടോ പട്ടണങ്ങളും ഗ്രാമങ്ങളും ഒക്കെ മാറി മാറി ഈ ഒരു മേഖലയിലുള്ളത്. ചിന്തിക്കുക നിങ്ങൾ, നമ്മൾ ഇങ്ങ് ഇന്തോനേഷ്യയുടെ അങ്ങ് ഇൻറ്റീരിയറിലെ ജാവ എന്ന് പറയുന്ന ഐലൻഡിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഏതോ ഒരു ഭാഗത്തെത്തി. അവിടെ നിന്നാണ് ഈ ഒരു കാഴ്ചകൾ കാണുന്നത്. എനിക്കറിയാൻ പാടില്ല എൻ്റെ ജീവിതത്തിൽ ഇനി വേറെ എപ്പോഴെങ്കിലും ഞാൻ ഈ വഴിയൊക്കെ വരുമോ എന്നുള്ളത്. തരാജു എന്ന് പറയുന്ന ഒരു കുഞ്ഞു പട്ടണം, ആ ഒരു പട്ടണത്തിൻ്റെ പ്രധാനപ്പെട്ട സെൻട്രൽ ഹാർട്ട് പൊസിഷനിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഉള്ളത് തരാജുവിലാണെന്ന് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു. നമ്മളിപ്പോൾ കണ്ട ഈ ഒരു ഗ്രാമത്തിലേക്ക് ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട പട്ടണം എന്ന് പറയും. പട്ടണം എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല, എന്നാലും കുറച്ചധികം കടകളൊക്കെ ഉള്ള, എല്ലാ സൗകര്യങ്ങളൊക്കെ ഉള്ള, പോലീസ് സ്റ്റേഷനും മറ്റു കാര്യങ്ങളും ഗവൺമെൻറ് ഓഫീസുകളും ഒക്കെ ഉള്ളത് ഈ തരാജു എന്ന് പറയുന്ന ഈ ഒരു കുഞ്ഞു മലയോര പട്ടണത്തിലാണ് കേട്ടോ. ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആണ് ഈ കാണുന്നത്. അതിൻ്റെ സൈഡിൽ കൂടിയുള്ള ഒരു ഇടവഴി അതാ നമ്മൾ മല കയറുകയാണ്. ഇത് ഇവിടുത്തെ സ്കൂളാണെന്ന് തോന്നുന്നു. അതെ, സ്കൂളാണ് കേട്ടോ, തരാജു സ്കൂൾ. യെസ്, നല്ല വ്യൂ ഉള്ള ഒരു സ്കൂൾ. അതാണ് ആ സ്കൂളിൻ്റെ പ്രത്യേകത. ഹായ് Sir, name is Anggi, but you can call me Angkur. Angkur, okay. മോർണിംഗ് വി കോൾഡ്. ഓക്കെ, നമ്മൾ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഫ്രണ്ടാണ്. അപ്പം എല്ലാവരും നമ്മൾ ഇവിടെ നിന്ന് കാണുന്നു കണ്ടോ. എനിക്കിവിടെ ഇപ്പം വലിയ ഒരു കൂട്ടം ആൾക്കാർ കേട്ടിട്ടുണ്ട്. നമ്മളെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഇതുണ്ടോ സുന്ദരമായിട്ടുള്ള സ്ഥലത്ത് എന്ന് സ്കൂളിൽ നിന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. നോക്കി ഇവിടുത്തെ പിള്ളേരൊക്കെ എത്ര ശാന്തസുന്ദരമായിട്ടായിരിക്കും പഠിക്കുന്നുണ്ടാവും അല്ലേ. കൊള്ളാം. എന്തായാലും ആ ഒരു ഇതിൻ്റെ സൈഡിൽ കൂടി ഇനിയിപ്പം പ്രധാനപ്പെട്ട സ്പോട്ടിലേക്ക് നടക്കാതെ ഇവിടുന്ന് ഇങ്ങനെയുള്ള ഈ ഒരു മരം കൊണ്ടുള്ള കവാടം കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ നടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു വഴിയുണ്ട്. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം. അതാ അങ്ങ് ദൂരെയായിട്ട് ആ ഒരു നെയിം ബോർഡ് അവിടെ ഉണ്ട് കേട്ടോ, തരാജു കണ്ട. ആ ഒരു തേയിലക്കാടുകൾക്ക് നടക്ക് ഇവിടെ നിൽക്കുമ്പോൾ താഴെയുള്ള ഗ്രാമങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഇതാ അത് ആ ഒരു പട്ടണ ഏരിയയാണ് ചെറുതായിട്ടുള്ളത്. ഇതിവിടെ വേറൊരു ഗ്രാമമുണ്ട്. അതുകൂടാതെ ഇതുണ്ട് ആ താഴെ കാണുന്നത് നെൽകൃഷിയുള്ള മറ്റൊരു ഗ്രാമമാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് സത്യമല്ലേ. നോക്ക് നിങ്ങൾ, നെല്ലും അതുപോലെ തന്നെ തേയിലയും ഒരുമിച്ച് കൃഷി ചെയ്യുന്ന ഒരു ഗ്രാമമേഖല എന്ന് പറയുന്നത് കണ്ട, രണ്ട് ഒരേ ലെവലിൽ നിൽക്കുന്നത്. നിങ്ങളെ ഇതുണ്ട് അങ്ങ് ദൂരെ കാണുന്ന അതാണ് ഗാലുങ്കുങ് എന്ന് പറയുന്ന വോൾക്കാനിക് മൗണ്ടന്. അതുകൂടാതെ ഇവിടെ വേറൊരു മൗണ്ടനുണ്ട്, അതും അതുപോലൊക്കെ തന്നെയുള്ളതാണ് കേട്ടോ. 1983 കേട്ടോ ആ മൗണ്ടൻ അവസാനമായിട്ട് പൊട്ടിത്തെറിച്ചത്. ആക്റ്റീവ് മൗണ്ടനാണ് കേട്ടോ. നമ്മളെ ഈ കാണുന്ന മലമേഖലകളിൽ ഈ കാണുന്ന ഓരോ മലകളും അതുപോലെ തന്നെ അങ്ങ് താഴെയായിട്ട് താഴ്വാരങ്ങൾ, അത് കണ്ടെങ്കിൽ അതെല്ലാം അത്ര സ്റ്റേബിളായിട്ടുള്ളൊരു സ്ഥലമല്ല കേട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഭൂമികൾക്കൊക്കെ ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് ഈ അതുപോലുള്ള മലകൾ പൊട്ടിത്തെറിക്കും. അങ്ങനെയൊക്കെയുള്ള അത്ര സ്റ്റേബിൾ അല്ലാത്തൊരു മലനിര മേഖലയാണ്. പല വോൾക്കാനുകളും ഈ ഒരു ഭാഗത്തുണ്ട്. അങ്ങനെയുള്ള ഭൂമിയൊലുക്കങ്ങളും അങ്ങനെയുള്ളൊക്കെ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇവിടെ പല രീതിയിലുള്ള ഇത്രയും പൊങ്ങിയും താമും ഒക്കെയുള്ള ഈ ഒരു മലനിരകൾ ഉണ്ടായത് കേട്ടോ. ഏത് നിമിഷം വേണമെങ്കിലും ഏതെങ്കിലുമൊക്കെ പൊട്ടിത്തെറിക്കാനൊക്കെയുള്ള ചാൻസൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ റോഡിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. കണ്ടെങ്കിൽ ആ കലപ്പ പോലത്തെ സാധനം ഉപയോഗിച്ച് ശരിക്കും മാനുവലി എല്ലാവരും കൂടി ഒരുമിച്ച്, ഈ നാട്ടുകാർ ഒരുമിച്ച് ചേർന്നിട്ട് റോഡിൻ്റെ വീതി കൂട്ടുന്നതാണ്. ഇങ്ങനെയാണ് ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകളുടെയൊക്കെ ഒരു മുഖഭാവങ്ങൾ. കണ്ടില്ലേ നിങ്ങൾ? ഇതിൻ്റെ തൊട്ടിപ്പുറമായിട്ട് ഏതാ ഒരു കോഫി ഷോപ്പുണ്ട്. അപ്പോൾ ഒരു കോഫി കുടിക്കാൻ, എന്തായാലും ചായത്തോട്ടത്തിൽ വന്നതല്ലേ, ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചാൽ എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇന്തോനേഷ്യയിൽ ശരിക്കും ചായനേക്കാളും ട്രെൻഡ് കോഫിയാണ്. ഇവിടെയുള്ളവർ ചായ കുടിക്കലധികം കുറവാണ്.
എന്തായാലും നല്ലൊരു സ്ഥലത്ത് തന്നെയാണ് കേട്ടോ ഇതുള്ളത്. ശരിക്കും ആ ഒരു മരം കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുത്ത അങ്ങനെ രീതിയിലുള്ളൊരു കോഫി ഷോപ്പ്. ഇവിടെ അന്നേരപ്പത്തേക്കുണ്ടല്ലോ ബാക്കിയുള്ള വേറെ ഫ്രണ്ട്സ് കൂടി വന്ന് അന്നേരപ്പം എല്ലാവരും തമാശയൊക്കെ പറഞ്ഞ് കോഫിയൊക്കെ കുടിച്ച് ഇങ്ങനെ വിശ്രമിക്കും. ഇങ്ങനെ ഇവർ ഇങ്ങനെ വന്ന് വൈകുന്നേരങ്ങളിലൊക്കെ ഇരിക്കുന്ന അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇവർ ഈ കുടിക്കുന്ന കോഫിയുടെ പേര് ജാപ്പനീസ് ലെമൺ എന്നാണ് കേട്ടോ. എന്താ ഈ സാധനം? സങ്ങർ. ഓക്കെ, ഇത് സങ്ങർ. ഇനിയിപ്പോൾ നമുക്ക് ഇവരുടെ അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോകാം. ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒരു ദുരന്ത കഥ പറയാനുണ്ട് ഒരു വെള്ളച്ചാട്ടത്തിന്. നമ്മൾ നേരെ തരാജുവിൻ്റെ ആ ഒരു മാർക്കറ്റ് ഏരിയയിലേക്ക് വന്നിറങ്ങിയിട്ട് ഇവിടെ നിന്നും മറ്റൊരു ചെറിയ വഴി ഡീവിയേഷൻ എടുത്ത് പോവുകയാണ്. ഇന്തോനേഷ്യക്കാർ പൊതുവെ അരിഭക്ഷണം നല്ല രീതിയിൽ കഴിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പോകുന്ന ഭാഗങ്ങളിലൊക്കെ ഏറ്റവും അധികം നമുക്ക് ഈ ഒരു നെൽപ്പാടങ്ങൾ കാണാൻ സാധിക്കുന്നത് കേട്ടോ. പക്ഷേ നമ്മുടെ നാട്ടിലെ പോലെ പുഴുങ്ങലരി അല്ലെങ്കിൽ റെഡ് കളർ അരി അതൊന്നുമല്ല, വൈറ്റ് റൈസ് തന്നെയാണ് ഇവർ അധികവും കഴിക്കുന്നത്. ശരിക്കും ഒരു നെല്ല് ഈ മലനിരകളിലൊക്കെ വളർന്ന് നിൽക്കുന്ന കാഴ്ചയുണ്ടല്ലോ, അതൊരു പ്രത്യേകമായിട്ടുള്ളൊരു ഭംഗിയാണ്. ഇവിടുത്തെ ഉണ്ടല്ലോ ഈ റോട്ടിൽ കൂടിയൊക്കെ ശരിക്കും വണ്ടി ഓടിച്ചു പോകണമെങ്കിൽ അത്യാവശ്യം കുറച്ച് അഭ്യാസങ്ങൾ കൂടുതൽ പഠിച്ചിരിക്കണം കേട്ടോ. എല്ലാവരും അത്രയ്ക്ക് നല്ല കഷ്ടപ്പെട്ട് തന്നെയാണ് കയറി വരുന്നത്. റോഡ് ഉണ്ടായിരുന്നതാണ്. ഈ ഒരു മഴ അത്യാവശ്യം നല്ല രീതിക്ക് പെയ്യുന്നൊരു മേഖലയാണ് ഇവിടെ. അങ്ങനെ മഴ പെയ്ത് റോഡൊക്കെ ഒലിച്ചു പോയതാണ് കേട്ടോ. ഇവിടേക്ക് ഈ കാണുന്നത് മുളക് കൃഷിയാണ്. ഇവിടെ റോഡ് ഇടിഞ്ഞു പോയിട്ട് റോഡ് സെറ്റാക്കിയേക്കുന്നതാണ്. അതുവഴി ആ വണ്ടി കയറുന്നില്ല, നല്ലോണം കളിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വണ്ടി വെച്ചിട്ട് നടക്കാനാണെന്ന് തോന്നുന്നു. ഐ തിങ്ക് സോ. അല്ല കേട്ടോ, ആ ഒരു വണ്ടിയില്ലേ, ആ വണ്ടി കയറി വരുന്നില്ല. അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നിർത്തിയതാണ്. പിന്നെ ബൈക്കൊക്കെ പോകുന്നുണ്ട്. അവിടെ നിന്ന് പിള്ളേരൊക്കെ കണ്ടങ്ങൾ. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ പിള്ളേർ ഈ ബൈക്ക് ഓടിച്ച് പോവേ. കണ്ട അവരെല്ലാവരും ഇതാ വണ്ടീൻ്റെ മേലെ കയറിയിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ വെയിറ്റിന് വേണ്ടിയിട്ട്. പുറകിൽ വെയിറ്റ് കൊടുക്കണം. അന്നേരം പുറകു തെന്നാതെ വണ്ടി കയറി വരില്ല, അതിന് വേണ്ടിയിട്ട് കേട്ടോ. എന്തായാലും സക്സസ്. ഞാനെന്തായാലും വണ്ടിയുടെ പുറകിൽ കയറുന്നില്ല, താഴെ ഇറങ്ങി നിൽക്കാം. അതാ നല്ലത്. യെസ്. ഇവിടെ നിന്ന് എല്ലാവരും ഇറങ്ങിയിട്ട് അങ്ങനെ തന്നെ കൊണ്ടുവരിക ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ഞാൻ നമ്മളുടെ ഈ ഒരു ഗ്രാമത്തിൻ്റെ വേറൊരു ഭാഗത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലുള്ള ഗ്രാമവഴികളുടെ കാഴ്ചകൾ, ഇതുപോലുള്ള ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. എങ്കിലല്ലേ ഞാൻ വീണ്ടും ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ തപ്പിക്കണ്ടുപിടിച്ച് പോകുന്നതുകൊണ്ട് അർത്ഥമുള്ളൂ. കാരണം ഗ്രാമങ്ങൾ പൊതുവേ എല്ലാ മലയാളികളും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഉള്ള കാര്യമേ. അതുകൊണ്ടാണല്ലോ മറ്റ് നെഗറ്റീവ് വീഡിയോകൾക്ക് കാഴ്ചക്കാർ കൂടുന്നത്. ഇവിടെ ഇത് കണ്ടെങ്കിൽ അങ്ങ് ദൂരെയായിട്ട് ഒരു വെള്ളച്ചാട്ടം, അതാണ് പിപ്പളശ്ശേരി വെള്ളച്ചാട്ടം വാട്ടർഫാൾ. എന്താണ് ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ കുപ്രസിദ്ധി എന്നറിയാമോ? ശരിക്കും മുമ്പ് ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇത് അബണ്ടൻ്റ് ആണ്, അടച്ചു. അതുകൊണ്ട് കോമൺ ആയിട്ടുള്ള വഴികളൊന്നുമില്ല. സൈഡിൽ കൂടി പറമ്പിൽ കൂടിയൊക്കെ അങ്ങനെ കയറിപ്പോകണം. അതായത് 2017 18 ഇതിൻ്റെ താഴെ ഇങ്ങനെ ആളുകളിങ്ങനെ വന്ന് കുളിക്കുന്നതൊക്കെ സ്ഥലമാണ്. മേലെ ഒരു കല്ലിങ്ങോട്ട് താഴ്ത്തു വീണു. കുളിക്കുന്ന ആൾക്കാരുടെ തലയിലോട്ട് 4 പേര് സ്പോട്ടിൽ ഡെഡായി. അതിനുശേഷം ഈ ഒരു വെള്ളച്ചാട്ടം അടച്ചു. ആളക്കൊല്ലി വെള്ളച്ചാട്ടം. എങ്ങനെയുണ്ട്? അതുകൊണ്ട് ഇപ്പം അങ്ങോട്ട് പോകാനായിട്ട് പ്രോപ്പർ വഴികളൊന്നുമില്ല. കണ്ടില്ല, ഇങ്ങനെ സൈഡിൽ കൂടെയൊക്കെ കയറി പോകണേ. ഞാനിവിടുത്തെ കല്ലാണ് ശ്രദ്ധിക്കുന്നത്. ആ ഒരു കല്ലൊക്കെ കണ്ടെങ്കിൽ കല്ലിനുള്ളിൽ വേറെ കല്ലുകളൊക്കെ വന്നിട്ട് അങ്ങനൊരു പ്രത്യേകതരം കല്ല്. ഇതുണ്ടോ? ആ ഒരു ഭാഗത്തെല്ലാം അങ്ങനെ തന്നെയാണ് കല്ലുള്ളത്. അതായത് ഒട്ടും ഉറപ്പില്ലാത്ത ടൈപ്പ് കല്ലാണ് കേട്ടോ. വെള്ളം ഒഴുകുന്നതിന് അലിഞ്ഞലിഞ്ഞ് തീരുന്ന ടൈപ്പ്. ഇതുണ്ടെങ്കിൽ അവിടെ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടിഭാഗത്ത് മണ്ണ് പോലത്തുള്ള കല്ലും മേലെ വേറൊരു കല്ലും ഇങ്ങനെ പണ്ടങ്ങനെ കൂട്ടിയിടിച്ച് ഉണ്ടായതായിരിക്കണം ആ ഒരു രീതിയിലുള്ള സാധനം കേട്ടോ. എന്തായാലും ഇത് താഴെ ഡേഞ്ചർ തന്നെയാണ്. ശരിക്കും ഇതുപോലുള്ള വെള്ളച്ചാട്ടങ്ങളെല്ലാം ഡേഞ്ചർ തന്നെയാണ് കേട്ടോ. അത്രയും പൊക്കത്തുനിന്ന് ഒരു കല്ലിങ്ങനെ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും എന്താകൂല്ലേ? നമ്മളും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇതുപോലത്തെ വെള്ളച്ചാട്ടത്തിലൊക്കെ പോയിട്ട് അടിയിൽ നിന്ന് നല്ല ആസ്വദിച്ച് കുളിക്കുന്ന സമയത്ത് കേട്ടോ. ഈ കിടക്കുന്ന വലിയ കല്ലുണ്ടെങ്കിൽ ഈ കിടക്കുന്ന വലിയ കല്ലാണ്. അതായത് സെറ്റ് മൊത്തത്തിൽ ആ ഒരു സെറ്റെല്ലാം ഒരുമിച്ച് ഇടിഞ്ഞു താഴോട്ടേക്ക് വരുമായിരുന്നു. അങ്ങനെയാണ് ആളുകൾ മരിച്ചത്. അത്രയും വലിയ കല്ല് വേണം എന്തായാലും ആൾക്കാർ മരിക്കും. ഇങ്ങനെ ഒരു ഗ്രാമത്തിൻ്റെ ഉൾമേഖലകളിലൊക്കെ എത്തിപ്പെടാൻ പറ്റുന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല കേട്ടോ. ഇനിയൊന്നും ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും കാണാനും പറ്റത്തില്ല. നമ്മുടെയൊക്കെ നാട്ടിൽ ഈ കലിങ്കിലൊക്കെ ഇരുന്ന് നമ്മളിങ്ങനെ വർത്താനൊക്കെ പറയില്ല ഫ്രണ്ട്സൊക്കെ കൂട്ടിയിട്ട്, അതുപോലെ
നിങ്ങൾ നോക്കുക, ഭാഷയൊന്നും അറിയാത്ത ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം കേട്ടോ. അതിന് ഇപ്പോഴത്തെ ആ ഒരു ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്ന ഗൂഗിൾ ട്രാൻസ്ലേറ്റർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള സ്ഥലത്തൊക്കെ നമുക്കിങ്ങനെ വന്ന് കലിങ്കിലൊക്കെ ഇരുന്ന് വിശേഷങ്ങളൊക്കെ പറയാം. അതിന് ദേശങ്ങളുടെയോ ഭാഷകളുടെയോ ഒന്നും അതിരുകളില്ല കേട്ടോ. അതാണ് ഇതുപോലുള്ള യാത്രകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ ഈ വന്ന വഴിയിലൂടെയൊക്കെ നമുക്ക് ഓഫ് റോഡ് കളിച്ച് വേണം അങ്ങ് എത്താൻ വേണ്ടിയിട്ട്. അതിനിടയ്ക്ക് ഉണ്ടെങ്കിൽ നല്ല മഴക്കാറും കൂടി കയറി വരുന്നുണ്ട്. മൊത്തത്തിലൊരു ഇരുട്ടായിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. വാ, ഇനിയിപ്പോൾ നമ്മുടെ അഡ്വഞ്ചർ തിരിച്ചു പോക്ക് തുടങ്ങാം കേട്ടോ. നമുക്ക് ഞാൻ ശരിക്കും റീൽസിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഇതുപോലുള്ള ഇങ്ങനെ പാടി മേഖലകളിലൂടെയൊക്കെ ഇങ്ങനെ മല ഇങ്ങനെ ചുറ്റിയുള്ള ചെറിയ വഴി, ആ ചെറിയ വഴി കൂടി ആളുകൾ ഇതുപോലത്തെ മോട്ടോർ ബൈക്ക് ഓടിച്ച് വരുന്ന ടൈപ്പ് വീഡിയോകൾ. അത് ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവുമായിരിക്കണം അങ്ങനെയുള്ള റോഡ്. ഏകദേശം ഈ റോഡും അത്രയ്ക്ക് വീതി കുറവില്ല, എന്നാലും വീതി ഉണ്ട്. പക്ഷെ ആ പാടി ഇതുപോലെ തന്നെയാണ്. ഇവിടെ കണ്ട ഞങ്ങളൊരു മൂട് ചായക്കട. അതാ അവിടെ നമ്മൾ വരുമ്പം വണ്ടി കുടുങ്ങിയ സ്ഥലമില്ല, അവിടെ വീണ്ടും വേറൊരു വണ്ടി കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് കയറാൻ കുറച്ചധികം പാടുപെടും. വലിയ ലോഡും വണ്ടിയാണ്. ഇവിടെ ശരിക്കും വണ്ടി കുടുങ്ങിയിട്ട് തന്നെ ഉള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ടയറൊക്കെ അതാ താന്ന് താഴെ പോയിട്ടുണ്ട്. നല്ല ലോഡുള്ള വണ്ടിയാണ്. അത് ഇതുപോലെ കുത്തനെയുള്ളൊരു കയറ്റം കയറും എന്നുള്ളത് ഭയങ്കര പാടാണ് കേട്ടോ. ഇതിൻ്റെ മേലെ കയറി നിന്ന് കയറ്റാൻ പോലും പറ്റത്തില്ല. കാരണം മേലെ ഭാഗം കണ്ടില്ല, ആൾ മേലെ കയറി നിന്നിട്ടുണ്ടെങ്കിൽ തെന്നി താഴെ എത്തും. അതിൻ്റെ ഉണ്ടല്ലോ ടയറാണ് പൊട്ടും കൂടി ചെയ്ത്. ഓ ഇവിടുത്തെ കല്ല് കണ്ടോ നിങ്ങൾ? ഇങ്ങനത്തെ കല്ല, നല്ല കൂറുമ്പന ബ്ലേഡ്. അപ്പോൾ ഇതിൻ്റെ പൊക്കത്ത് കയറി എന്തായാലും ടയർ പൊട്ടും. ഇവിടെ വണ്ടിയാണെങ്കിലുണ്ടല്ലോ അതിൻ്റെ ഇപ്പുറത്തെ ടയർ പോയതുകൊണ്ട് വണ്ടി ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. ദൈവമേ, അതിപ്പം പണിയാവാൻ ചാൻസ് ഉണ്ട്. എക്സ്പ്ലോഡ്. യെസ്. അവരത് ഇപ്പുറത്തോട്ട് ചെരിഞ്ഞ് വീഴാതെ ഇറക്കാനുള്ള പരിപാടിയാണ്. ഓ, താഴെ ഇറങ്ങി. ടയർ പൊട്ടിപ്പോയി, മൊത്തത്തിൽ പൊട്ടി. കണ്ടോ? അവിടെ കണ്ടങ്ങൾ രണ്ട് പേര് അവരുടെ ബൈക്കിൻ്റെ അകത്ത് കൊണ്ടുവരുന്ന ലഗേജാണ് കാണുന്നത്. എൻ്റെ പൊന്നെ കണ്ട, ഇവിടെയുള്ള എല്ലാവരും വൺ സ്കിൽഡാണ്. എൻ്റെ പൊന്നോ, ഇത്രയും സാധനമോ? Terima kasih. Ya. I apologize from earlier that I. Oh, no problem. ആൾ ഇവിടുന്ന് നമ്മളോട് ബൈ പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ നാളെ കാണാമെന്ന് പറഞ്ഞു കേട്ടോ. പുള്ളി ഇവിടെയാണ് താമസം. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് തിരിച്ച് വീട്ടിലേക്ക്. പെട്ടെന്നുള്ള ഈ ഒരു മടങ്ങിപ്പോക്കിന് പ്രധാനപ്പെട്ട കാരണക്കാരനുണ്ടല്ലോ, അത് ഇരുണ്ടു മുടി കിടക്കുന്ന ഈ ഒരു ആകാശമാണ് കേട്ടോ. എന്തോ മഴയ്ക്കുള്ള ഒരു ചാൻസ് പോലെ മൊത്തത്തിൽ ഇരുണ്ടു മൂടി നല്ല രീതിയിൽ കാർമേഘങ്ങളൊക്കെ വന്നു. നമ്മൾ ബൈക്കിനല്ല വന്നേ, പ്രത്യേകിച്ച് റെയിൻകോട്ടോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഇനിയും നിന്നിട്ടുണ്ടെങ്കിലും മഴ നനഞ്ഞ് കുളമാകും എന്നുള്ളതുകൊണ്ട് പോകുന്നതാണ്. പോകുന്ന വഴിയിൽ ഇതൊരു സ്കൂളിൻ്റെ വാർഷികമൊക്കെയാണ് കേട്ടോ കാണുന്നത്. റോഡിലോട്ടൊക്കെ ഇറക്കിയാണ് അവർ സ്റ്റേജൊക്കെ പണിതിട്ടുള്ളത്. ഇതുപോലുള്ള ചെറിയ പുഴകളും അതിനോട് ചേർന്നിട്ടുള്ള കൃഷിയിടങ്ങളും ഗ്രാമങ്ങളും ഒക്കെ ഓൺ ദ വേയിൽ നമുക്ക് കാണാം. ഈ ഒരു ഭാഗത്തൊക്കെ കൃഷി തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഭൂപ്രകൃതിയും വളരെ രസകരമാണ് കേട്ടോ. മല, അത് കഴിഞ്ഞിട്ട് പരന്ന മേഖല, അത് കഴിഞ്ഞ് വീണ്ടും മല, ഗ്രാമങ്ങൾ, അതിൻ്റെ താഴെ വീണ്ടും കൃഷിയിടങ്ങൾ, അങ്ങനെ വളരെ രസകരമായിട്ടുള്ളൊരു മേഖലയെ നമ്മൾ ഏതെല്ലോ വഴി ഉൾമേഖലകളിലൂടെയൊക്കെ കയറിയിട്ട് അവസാനം നമ്മൾ വന്ന നമ്മുടെ ഒരു ഗ്രാമത്തിൻ്റെ സൈഡിലേക്ക് എത്തി. കുട്ടികളൊക്കെ ഉണ്ടല്ലോ റോഡ് സൈഡിൽ നമ്മൾ നോക്കി നിൽപ്പുണ്ട്. യു ഹോം? ഓക്കെ, ഇതാണ് കേട്ടോ യുവനസിൻ്റെ വീട്. അങ്ങനെ മൊത്തത്തിൽ നമ്മളൊരു കറക്കം കറങ്ങി തിരിച്ച് നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ.
മഴ പെയ്തില്ല ഭാഗ്യത്തിന്, പക്ഷെ നല്ല ഇരുട്ടായി. കുറച്ച് നേരം റെസ്റ്റ് എടുത്തോളം പറഞ്ഞ് വാങ്ങുപോയി. അതിനുശേഷം കണ്ണ് തുറന്ന് ഞാൻ കാണുന്ന കാഴ്ചയുണ്ടല്ലോ, ഇതാണ്. ഇന്ന് രാത്രിയും നമുക്ക് ഉറക്കമില്ല. ഇവരെ എന്തൊക്കെയോ എനിക്ക് വേണ്ടി വീണ്ടും ഇവിടെ ഒരുക്കുന്ന തയ്യാറെടുപ്പ്. ഞാനേ ഒരു കുളി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇവർ ഇന്നത്തെ അടുത്ത പരിപാടിൻ്റെ ഉള്ള ഇതാണ്. പുള്ളിയൊരു കോഴീനെ കൊണ്ട് വന്നു, വലിയ പൂവൻ കോഴീനെ. എന്തോ ഇന്ന് രാത്രി ഉറക്കമില്ലാത്ത രാത്രിയാവാൻ ഉള്ള ഇതാണ് ആഘോഷം ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ. ഇന്ന് ഇവൻ്റെ അന്ത്യമാണ്. അതാണ് അതിൻ്റെ ഏറ്റവും എന്താ പറയുക പരമമായ സത്യം എന്ന് പറയുന്നത്. ഒരു ചേട്ടനുണ്ടല്ലോ ചെറിയൊരു തൂമ്പയായിട്ട് വന്ന് ആ വീടിൻ്റെ മുമ്പിൽ ചെറിയൊരു കുഴിയെടുത്ത്, അപ്പം നമ്മൾ മരത്തിലോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച കണ്ടോ നിങ്ങൾ? ഇവിടുത്തെ കോഴികളുണ്ട്, നിങ്ങൾ മരത്തിൻ്റെ മേലെയാണ് കേട്ടോ കഴിയുന്നത്. അപ്പോൾ മറ്റേ കോഴീനെ സെറ്റാക്കി അതിൻ്റെ ചോര ഇടാൻ വേണ്ടിയിട്ടാണ് ആ കുഴി കുഴിച്ചത്. അപ്പോൾ ഇത് മേലെ നിന്ന് കണ്ടിട്ട് കോഴി ഒച്ചപ്പാടാക്കുന്നതാണ് കേട്ടോ. ഇവിടുത്തെ ഉണ്ടല്ലോ എന്തോ ഒരു സ്പെഷ്യൽ ചിക്കൻ്റെ ഐറ്റം ഉണ്ട്. അപ്പം ഞാൻ വന്ന പ്രമാണിച്ച് അതെനിക്ക് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. ഈ ഗ്രാമത്തിലുള്ള പല പല ആളുകൾ പതുക്കെ പതുക്കെ നമ്മളുടെ വീടിൻ്റെ മുമ്പിലേക്ക് വന്നു തുടങ്ങിയ മൊത്തത്തിലൊരാളും ബഹളമൊക്കെ ആകുന്ന ഒരു രസകരമായിട്ടുള്ളൊരു സംഭവത്തിലേക്ക് പോകുന്നു. അടുപ്പുണ്ടല്ലോ പുറത്താണ് കൂട്ടുന്നത്. അന്നേരം ഇപ്പം വിറകെല്ലാം എന്താ പറമ്പിലൊക്കെ വന്ന് വിറകൊക്കെ എടുത്ത് സെറ്റാക്കുകയാണ് കേട്ടോ. പുറത്തൊരു അടുപ്പ് കൂട്ടി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തേക്ക് തീ കത്തിച്ചതിന് ശേഷം ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചേക്കുവാണ്. ഇപ്പോഴുള്ള നമ്മളുടെ മുറ്റത്ത് കണ്ടങ്ങൾ ആളുകളെല്ലാം കൂടി ഒരുപാട് ആൾക്കാരായ ഹലോ ഇവിടെ എല്ലാം കുറേ ആളുകൾ വന്നു. നമ്മളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് സൈഡിൽ അവിടെ കുക്കിങ്ങും നടക്കുന്നുണ്ട്, സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ എന്നോട് ഇവരിപ്പോൾ ചോദിച്ചു ഈ താടി നല്ലോണം വളരാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. എന്തുത്തരാ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത്? നമ്മളുടെ ഇന്ത്യക്കാരുടെ താടി മീശയും ഇവർക്ക് ഭയങ്കര കൗതുകമുള്ളൊരു സാധനമാണ് കേട്ടോ. ജങ്ക്വാൾ, ഓക്കെ, ജങ്ക്വാൾ എന്ന് പറയുന്ന ഒരു കാ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ സിൽവിയയുടെ വീട്ടിൽ നിന്ന്. കണ്ടോ ഈ ഒരു സാധനം? ഓക്കെ, പച്ച സാധനം. ഇതിങ്ങനെ പരത്തിയിട്ട് പപ്പടം പോലെ ആക്കിയിട്ട് ഉണക്കിയിട്ട് ഇവരതാക്കും. ഇതിപ്പോൾ പച്ചയ്ക്കുള്ള സാധനമാണ്. ഇതുകൊണ്ട് എന്തോ ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും നമ്മളുടെ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോയ പോലെ ഒരു ഫീലാണ്. പണ്ടൊക്കെ നമ്മളുടെയൊക്കെ നാട്ടിൽ കറണ്ടൊക്കെ വരാത്ത ടൈമിൽ ഇങ്ങനെ തൊട്ടടുത്ത വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് നമ്മളും സഹായിക്കാനൊക്കെ പോയിരുന്ന് സഹായിക്കുകയൊക്കെ ചെയ്യും. നമ്മളുടെ വീട്ടിലേക്ക് ആളുകൾ വരും. അയൽപക്കങ്ങളിലൊക്കെ വിരുന്നുകാർ വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും അത് നമ്മളുടേത് കൂടി ആഘോഷമായി മാറുമായിരുന്നു. ഇവിടെ ഈ ചിക്കൻ്റെ ഇത് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്ന ആളുടെ പേര് അബിദീൻ എന്നാണ്. പുള്ളി ശരിക്കും ഉണ്ടല്ലോ ഇവിടുത്തെ ഒരു എന്താ പറയുക, ഈ നമ്മുടെ നാട്ടിലൊക്കെ ആയുർവേദ ഈ വൈദ്യനില്ലേ എല്ലൊക്കെ ഇങ്ങനെ സ്ഥാനം തെറ്റിയിട്ടുണ്ടെങ്കിലൊക്കെ ഇടുന്ന കുഴ തെറ്റിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ പുള്ളിയാണ് അതുപോലെ ഇവിടുത്തെ ആ ഒരു കാര്യങ്ങൾ ചെയ്യുന്ന ആൾ കേട്ടോ. ഇപ്പോൾ കോഴീനെ സെറ്റാക്കുകയാണ്. ഫ്രണ്ട്സ്, ഇവിടെ ഉണ്ടല്ലോ കോഴിക്ക് പറയുന്നത് ഹയാം എന്നാണ്. അതായത് സുന്ദ ഭാഷയിൽ ഹയാം, പിന്നെ ഇവരുടെ ഇന്തോനേഷ്യൻ ഭാഷയിൽ അയാം, അങ്ങനെ സുന്ദ ഭാഷ ഹയാം, അങ്ങനെയാണ് കേട്ടോ. കോഴി, കോഴി ഇൻ മൈ ലാംഗ് കോഴി. നമ്മളിങ്ങനെ ഇവിടുത്തെ ഭാഷകൾ തമ്മിലുള്ള ഒരു വ്യത്യാസമൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. പൂച്ചയ്ക്ക് പൂച്ച എന്നാണ് പറയുന്നത്. സുന്ദ പൂച്ച കൂച്ചിങ്, കൂച്ചിങ് എന്നാണ് പൂച്ചയ്ക്ക് പറയുന്നത് കേട്ടോ. അങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ഉണ്ടല്ലോ അതാ പോയിട്ട് അടുത്ത കോഴീനെയും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്തോ വലിയ വലിയ ആഘോഷമാണെന്ന് തോന്നുന്നല്ലോ. ദൈവമേ, അടുത്ത ആളുടെ ജീവൻ ഇപ്പോൾ പോകും. ഇവിടെ ഉണ്ടല്ലോ ഇവരൊരു പ്രത്യേകതരം ഒരു കാർഡ് കളിക്കുന്നുണ്ട്. അതുകൊണ്ടോ ഇതിൻ്റെ അകത്തുള്ള കുത്തുകളുടെ എണ്ണമില്ല. ഈ കുത്തുകൾ സെയിം ആക്കുന്ന രീതിയിൽ കാർഡുകൾ ആക്കുക എന്നുള്ളതാണ് ഈ ഒരു കളിയുടെ ഇത്. ഇവിടെ ഉള്ള ആളുകൾ ഇങ്ങനെ സമയം പോകാനായിട്ട് കളിക്കുന്ന ഒരു കാർഡാണിത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഇതെങ്ങനത്തെ ഒരു സാധനം. നമ്മുടെ നാട്ടിലുണ്ട് ഇതൊക്കെ. ഒരാളുടെ കയ്യിൽ 7 കാർഡ്, ആ 7 കാർഡും ഒരേ രീതിയിലാക്കിയെടുക്കണം. അതാണ് കളി. ശരിക്കും സെറ്റപ്പിക്കുകയല്ല കേട്ടോ, ആദ്യമേ ഫിനിഷ് ചെയ്യുകയാണ് വേണ്ടത്. എന്തെല്ലോ നിയമങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായില്ല. എന്തായാലും ഇങ്ങനെയുള്ള കുത്തുകുത്തുള്ള കാർഡ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ ഉണ്ടല്ലോ ഓൾറെഡി ചോറൊക്കെ കുക്ക് ചെയ്തു. ഇതാ നമ്മൾ പണ്ട് ജാക്കിയുടെ അടുത്ത് പോയപ്പോൾ അവിടെ നിന്ന് കഴിച്ചില്ലായിരുന്നു, അതുപോലെ ഇതാ ആ ഒരു വലിയ വാഴയില നിരത്തിയിട്ട് എല്ലാവരും ഒരുമിച്ച് കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പം വിളമ്പാൻ തുടങ്ങി. ആക്ച്വലി ഞാൻ കുക്ക് ചെയ്യുന്നത് കാണാമെന്ന് വിചാരിച്ചാണ്, പക്ഷേ എനിക്ക് കുക്കിംഗ് എവിടുന്നോ കഴിഞ്ഞു കേട്ടോ. നമ്മളിവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്. ഓക്കെ, നമ്മുടെ മുളകിൻ്റെ ചമ്മന്തി, അതുപോലെ തന്നെ ഇതാ ചിക്കൻ കറിയാക്കിയത്, പിന്നെ വെജിറ്റബിൾ സോസ് കാര്യങ്ങൾ, പിന്നെ നമ്മൾ ആക്കിയ ആ ഒരു കായില്ലേ, ആ കാ ഒന്ന് വറുത്തെടുത്തത്, അതൊക്കെയാണ് കേട്ടോ പ്രധാനപ്പെട്ട ഐറ്റം. എല്ലാം ഈ വീടിൻ്റെ ഉള്ളിൽ. നമ്മളിവിടെ പുറത്ത് ചീട്ടുകളിയുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുക്കിംഗ് നടക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അതിൻ്റെ അകത്ത് വന്നു, അതുകൊണ്ട് എനിക്കത് കുക്ക് ചെയ്യുന്നത് കാണാൻ പറ്റിയില്ല കേട്ടോ.
സാരമില്ല, അടുത്ത തവണ നമുക്ക് ഒരുമിച്ച് കുക്ക് ചെയ്യാം. അങ്ങനെ ഇതാ എല്ലാം ഒരുമിച്ച് വിളമ്പിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു കേട്ടോ. അങ്ങനെ ഒരിക്കൽ കൂടി നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചേ. ശരിക്കും ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴേ നമ്മുടെ ജാക്കിനെയും അവരുടെ ഫാമിലീനെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവരുടെ കൂടിയാണ് അവസാനമായിട്ട് അങ്ങനെ കഴിച്ചത് നമ്മൾ. അത്യാവശ്യം ഉണ്ടല്ലോ ഈ മുളകിന് നല്ല ഇതുണ്ട്, എരിവുണ്ട്. പക്ഷേ എങ്കിൽ ചിക്കന് കുറച്ചൊരു മധുരം ചേർന്ന ഇതിൻ്റെ ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഹായ് juara. എന്ന് പറഞ്ഞാൽ നന്ദി, സ്നേഹം, ഗുഡ് നൈറ്റ് അങ്ങനെയൊക്കെ ആണെന്ന് തോന്നുന്നു കേട്ടോ. താങ്ക് യു, തെർമക്കാസി, ഗുഡ് നൈറ്റ്. അപ്പോൾ നമ്മളെല്ലാവരും ഭക്ഷണം കഴിച്ച് വയറും നിറഞ്ഞ് മനസ്സും നിറഞ്ഞ് ഇവിടെ ഈ ഒരു ഗ്രാമത്തിലുള്ള മുഴുവൻ ആൾക്കാരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സന്തോഷം.